ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാം മത്സരത്തിൽ 336 റൺസിന്റെ വിജയത്തോടെ എഡ്ജ്ബാസ്റ്റണിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം വിജയിച്ചു. ഒപ്പം എവേ ടെസ്റ്റ് മത്സരങ്ങളിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം കൂടിയാണിത്. ഇതോടെ പരമ്പര 1-1 എന്ന നിലയിൽ ഇന്ത്യ ലെവൽ ചെയ്തു. മത്സരം തോറ്റതിനു ശേഷം ടോസാണ് തെറ്റിയത് എന്ന് മക്കെല്ലാം സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അതേ പ്ലാൻ വെച്ചാണ് ഇംഗ്ലണ്ട് കളത്തിൽ വന്നത്. എന്നാൽ ആ മത്സരത്തിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ലോവർ ഓർഡർ നന്നായി ബാറ്റ് ചെയ്യുകയും ഇന്ത്യൻ ഫീൽഡിംഗ് മികച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിന് മത്സരത്തിൽ കാര്യമായ ഉത്തരങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലും ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഫീൽഡിംഗും ലോവർ ഓർഡർ ബാറ്റിംഗും ബെറ്റർ ആയിരുന്നുവെങ്കിൽ 2-0 ഇന്ത്യക്ക് ഈസിയായി മുന്നിലെത്താൻ പറ്റുമായിരുന്നു. എങ്കിലും സ്റ്റിൽ ബുംറ ഇല്ലാതെ ടെസ്റ്റ് വിജയിച്ചു എന്നത് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. ആകാശ് ദീപ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. 10 വിക്കറ്റാണ് 2 ഇന്നിംഗ്സിലുമായി താരം നേടിയത്. പരാജയത്തിൽ ഇംഗ്ലണ്ട് നന്നായി പാനിക് ആയിട്ടുണ്ട് എന്ന സൂചന ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കാരണം ടീമിലേക്ക് ഗസ് അറ്റ്കിൻസനെ ഇന്നലെ തന്നെ ഇംഗ്ലണ്ട് ആഡാക്കിയിരുന്നു. പേഴ്സണൽ കാരണങ്ങൾ മൂലം ഈ ടെസ്റ്റ് കളിക്കാതിരുന്ന ആർച്ചർ കൂടി നെക്സ്റ്റ് ടെസ്റ്റിന് അവൈലബിൾ ആണ്. ഇന്ത്യയെ നോക്കിയാൽ മത്സരം കഴിഞ്ഞ് ഇതുപോലുള്ള ഫ്ലാറ്റ് പിച്ച് ഒരുക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എസൻസ് തന്നെ നശിപ്പിക്കും എന്ന കമന്റ് ഗിൽ നടത്തിയിരുന്നു. ബാസ്ബോൾ എന്നൊക്കെ പറഞ്ഞ് പക്ക ഹൈവേ പിച്ചാണ് കഴിഞ്ഞ 2 മത്സരത്തിലും കണ്ടത്. ഇതിനു പുറമെ അടുത്ത ലോർഡ്സ് ടെസ്റ്റിൽ ബുംറ തിരിച്ചു വരും എന്ന് ഗിൽ ഇന്നലെ കൺഫേം ചെയ്തിരുന്നു. സോ ഒന്നിടവട്ട മത്സരങ്ങളിലാണ് ബുംറയെ കളിപ്പിക്കുന്നത്. കൃഷ്ണയായിരിക്കും പുറത്തു പോവുക എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് ചാമ്പ്യൻസ് ലീഗ് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ പേര് മാറ്റി വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ അടുത്ത വർഷം ടൂർണമെന്റ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ICCക്ക് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ലെറ്റർ കൊടുത്തിരുന്നു. എന്നാൽ ഇതിന്റെ മീറ്റിംഗ് ഓൾറെഡി നടന്നു. പക്ഷേ പാകിസ്ഥാൻ ബോർഡിൽ നിന്നും ആരും ഈ മീറ്റിംഗിന് പങ്കെടുക്കാൻ വന്നില്ല. ഒപ്പം ആദ്യ എഡിഷൻ നടക്കുകയാണെങ്കിൽ അതിൽ IPL ടീമുകൾ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ലീഗിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് വന്നിരുന്നു. ഇതിന്റെ ഫോർമാറ്റ്, ഷെഡ്യൂൾ എന്നിവയെപ്പറ്റി ചർച്ചയും നടത്തി. പക്ഷേ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ടീമില്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവും എന്നതാണ്. കാരണം ബിഗ് ബാഷും 100 ഒഴികെ IPL ടീമുകളുടെ തന്നെ വേറെ ടീമുകളാണ് ഇതിൽ കളിക്കുന്നത്. സോ ഇവർ പരസ്പരം തന്നെ ഏറ്റുമുട്ടുന്നത് എന്ത് ത്രില്ലാണ് ഉണ്ടാക്കുക എന്നറിയില്ല. ആകെ ടൂർണമെന്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് IPL ടീമുകളും PSL ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്നത് വെച്ചാണ്. ഇത് കാണാൻ ഡെഫിനറ്റായും ആൾക്കാരുണ്ടാകും. അതല്ലാതെ മറ്റു ടീമുകളുടെ മത്സരങ്ങൾ വരുമ്പോൾ പഴയ ചാമ്പ്യൻസ് ലീഗ് നേരിട്ട അതേ പ്രശ്നം തന്നെ ഇവിടെയും വരും. കാരണം കാണാൻ ആളുണ്ടാകില്ല.